പരിശുദ്ധമായ സൂറത്തുൻ നൂറിലെ ഈ ആദ്യത്തെ 2 ആയത്തുകൾ വളരെ ആഴത്തിൽ പഠിക്കേണ്ട 2 ആയത്തുകളാണ്. സൂറത്തുൻ അൻസൽനാഹ, സൂറ എന്ന വാക്ക് തന്നെ, ആ വാക്കിന്റെ ഡിറൈവേഷൻ, അത് വന്നത് തന്നെ സൂർ എന്ന വാക്കിൽ നിന്നാണ്. സൂർ എന്ന് പറഞ്ഞാൽ ഫെൻസ് എന്നാണ് ഇതിനർത്ഥം, മതിൽ. വീടിന്റെയൊക്കെ മതിലിനാണ് സൂറ് എന്ന് പറയാം, സീന് കൊണ്ട്. അതിൽ നിന്നാണ് സൂറ. സൂറ എന്ന് പറയുന്നത് തന്നെ അള്ളാഹുവിന്റെ അഹ്കാമിന്റെ ഒരു സർക്കിളാണ്, ഹുക്മുകളുടെ ഒരു ഫെൻസ്, അള്ളാഹുവിന്റെ ഖുർആനിന്റെ ദൃഷ്ടാന്തങ്ങളുടെ ഒരു വലയം. അതിന്റെ ഉള്ളിലാണ് അള്ളാഹു ഈമാനും ഹിക്മത്തും വെച്ചിട്ടുള്ളത്. അപ്പോ ഈമാനിലേക്ക് ഹിക്മത്തിലേക്ക് വരണമെങ്കിൽ ആ മതിൽ കടന്നു വരണം, അല്ലെങ്കിൽ ആ വഴി കടന്നു വരണം. ഇത് അള്ളാഹുവിന്റെ ബൗണ്ടറിയാണ്, സൂറയാണ്. അൻസൽനാഹ, അൻസല എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കുമ്പോഴാണ് അൻസല എന്ന് പറയാം. നമ്മൾ സ്ഥാനം കൊണ്ട് ഉയർച്ചയിലോ അതുപോലെ തന്നെ സ്ഥലം കൊണ്ട് ഉയർച്ചയിലോ ആയിരുന്നാലും അൻസല എന്നാ പ്രയോഗിക്കുക. ഇപ്പോ ഈ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് ഒരു സാധനം ഇറക്കുകയാണെങ്കിൽ അൻസല എന്നാണ് പറയുക. ഒരു മാനേജർ, അദ്ദേഹം ഒരു ഖറാർ, ഒരു ഡിസിഷൻ എടുക്കുന്നു, അത് നടപ്പാക്കാൻ പോവുകയാണെങ്കിൽ അയാളിൽ നിന്ന് ഇങ്ങനെ ഒരു നിയമം അൻസല, ആ നിയമം ആവിർഭവിച്ചു എന്ന് പറയാനും അൻസല പ്രയോഗിക്കും. താഴെ പൊസിഷനിലുള്ള ഒരാൾ മേലോട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണെങ്കിൽ റഫഅ അൽ ഖദിയ എന്നാ പറയാ, ഒരു കേസിനെ ഉയർത്തി. അയാൾ പൊസിഷൻ കൊണ്ട് ഉയർച്ചയിലാണ്, പക്ഷേ സ്പേസ് കൊണ്ട് ഉയർച്ചയിലല്ലെങ്കിൽ പോലും അങ്ങനെ പറയാം, റഫഅ. താഴ്ന്ന് മേലോട്ട് സ്ഥലം കൊണ്ട് ഉയർച്ചയാണെങ്കിലും സ്ഥാനം കൊണ്ട് ഉയർച്ചയാണെങ്കിലും റഫഅ. മേലിന്ന് താഴേക്ക് വരുമ്പോ അൻസല, അൻസൽനാഹ, ഇത് നാം ഇറക്കിയിരിക്കുന്നു. വഫറദ്നാഹ, ഫറള എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം അല്ലാഹു തആല ഹുക്ം ചെയ്തു, നിയമമാക്കി വെച്ചു എന്നാണ്. ഈ സൂറത്തിലെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിന്റെ നിയമമാണ്. നമ്മൾ മുഅ്മിനീങ്ങളാണ്, മുഅ്മിനീങ്ങളോടാണ് അല്ലാഹുവിന്റെ അഭിസംബോധന. അതുകൊണ്ട് തന്നെ ദുനിയാവിന്റെ വിഷയത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിലേക്ക്, അള്ളാഹുവാണ് നിയമം നടപ്പാക്കേണ്ടത്, അള്ളാഹുവാണ്. ഇവിടെ മറ്റു കോംപ്രമൈസുകളില്ല. നമുക്ക് നിയമം ഉണ്ടാക്കാൻ പറ്റില്ല, അള്ളാഹുവിന്റെ നിയമത്തെ തബ്ദീൽ ചെയ്യാനും പറ്റില്ല, നമുക്കത് മാറ്റാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടപ്പെടട്ടെ ഇഷ്ടപ്പെടാതിരിക്കട്ടെ, ഇത് അള്ളാഹുവിന്റെ ഹുക്മാണ്, അള്ളാഹു ഫർളാക്കിയതാണ്. വഅൻസൽനാ ഫീഹാ ആയാതിൻ ബയ്യിനാത്ത്, ഈ സൂറയിൽ അള്ളാഹു വ്യക്തമായ ആയാത്തുകൾ അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. വീണ്ടും പറയാൻ, ഇറക്കാന്ന് പറഞ്ഞാൽ തന്നെ ഉന്നതങ്ങളിൽ നിന്ന് വന്നു എന്നർത്ഥം. ഇത് വലിയ ഒരാളിന്റേതാണ്, ഇത് അള്ളാഹുവിന്റെ നിയമമാണ്. അതിങ്ങനെ ആവർത്തിക്കുകയാണ്. സൂറത്തുൻ അൻസൽനാഹ വഫറദ്നാഹ വഅൻസൽനാ ഫീഹാ, 2 പ്രാവശ്യമാണ് അൻസല എന്ന പ്രയോഗം. ഇത് എവിടുന്ന് വന്നതാണ്? ഉന്നതങ്ങളിൽ നിന്നുള്ള നിയമമാണ്, അള്ളാഹുവിന്റെ ഹുക്മാണ് എന്ന് പറയാൻ അൻസല എന്ന് 2 പ്രാവശ്യം ആവർത്തിച്ചു. എന്നിട്ട് പറഞ്ഞു ആയാത്തിൻ, ദൃഷ്ടാന്തങ്ങൾ മാത്രമല്ല, ബയ്യിനാത്തിൻ, വളരെ വിവിഡ് എവിഡൻസസ്, വളരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളായിട്ട് അല്ലാഹു ഇറക്കി തന്നിരിക്കുന്നു. ഇതിനാണിതൊക്കെ. ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി. തദക്കറ എന്ന് പറഞ്ഞാൽ ഓർത്ത് ഓർത്ത് നിങ്ങൾ മറന്നുപോയതിനെ ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി. അല്ലാഹു തആല നമ്മളോടൊക്കെ ഒരു നിയമം, അല്ലാഹു നമ്മളോട് ഹുക്ം ചെയ്തിട്ടാണ് നമ്മൾ ഭൂമിയിലേക്ക് ജീവിക്കാൻ വിട്ടത് തന്നെ. അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ, അല്ലേ? അല്ലാഹുവാണ് റബ്ബ്, അല്ലാഹുവേ നീയാണ് ഞങ്ങളുടെ ഉടമസ്ഥൻ എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് വന്നത്, അല്ലേ? വഇദ അഖദല്ലാഹു മീസാഖ ബനി ആദം, അല്ലാഹു അങ്ങനെ ഒരു പ്ലെഡ്ജ് നമ്മളുമായി ചെയ്തിട്ടുണ്ട്. അത് ഓർമ്മിപ്പിക്കുകയാണ് അല്ലാഹു. എന്നിട്ട് തുടങ്ങുന്ന വിഷയം അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ 100 ജൽദ. ഭൂമിയിൽ
മനുഷ്യർ അള്ളാഹുവിന്റെ ഖലീഫയാണ് എന്ന ആശയത്തിൽ നിന്നാണ് ഈ സൂറയുടെ തഫ്സീർ തന്നെ മഹാനായ മുത്തവല്ലി ശഅറാവിയെ പോലെ മുഫസ്സിരിങ്ങൾ ആരംഭിക്കുന്നത് തന്നെ. നമ്മൾ അള്ളാഹുവിന്റെ റെപ്രസെന്റേറ്റീവാണ്, അള്ളാഹ് പറഞ്ഞയച്ചവരാണ്. അങ്ങനെ വരുമ്പോൾ മനുഷ്യ സമൂഹത്തിന്റെ ഈ ഭൂമിയിലേക്കുള്ള നിയോഗം അള്ളാഹ് പറഞ്ഞ പോലെ ജീവിക്കാനാണ്, അല്ലെ? നമ്മൾ അള്ളാന്റെ ഖലീഫയാണ്, നമ്മളിലൂടെ ജനിക്കാൻ പോകുന്ന മക്കളും അള്ളാഹുവിന്റെ ഖലീഫയാണ്. നമ്മുടെ പെൺമക്കളും അള്ളാന്റെ ഖലീഫയാണ്, ആൺമക്കളും അള്ളാഹുവിന്റെ ഖലീഫയാണ്. നമ്മുടെ ഭാര്യ അള്ളാന്റെ ഖലീഫയാണ്, നമ്മുടെ പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാർ അള്ളാഹുവിന്റെ ഖലീഫയാണ്. എല്ലാവരും ഖലീഫമാരാണ്. ഏത് വിഷയത്തിൽ? അള്ളാഹുവിനനുസരിക്കാനും അള്ളാഹ് പറഞ്ഞത് നടപ്പാക്കാനും വേണ്ടി വന്നവർ. അങ്ങനെ വരുമ്പോൾ ഒരു ഖലീഫയുടെ ജനനം പ്രാധാന്യമാണ്. ഹലാലിൽ നിന്നുള്ള ഒരു ജനനം കൊണ്ടേ നന്മ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. ഹറാമിലൂടെയുള്ള ഒരു പുത്രനാണെങ്കിൽ ഖലീഫയായിട്ട് വരേണ്ട ഒരാളുടെ ജന്മം നടക്കുന്നത് വ്യഭിചാരം പോലെയുള്ള ഒരു ഹറാമിൽ നിന്നാണെങ്കിൽ പൂർണ്ണതയില്ലാത്ത പെണ്ണുങ്ങളുടെ പാല് കുടിച്ച് വളർന്ന ആ കുട്ടിക്ക് എങ്ങനെയാണ് പൂർണ്ണത ഉണ്ടാവുക? കവി ചോദിക്കുകയാണ്. ഉമ്മമാർക്ക് പൂർണ്ണതയില്ലെങ്കിൽ പിന്നെ മക്കൾക്ക് എങ്ങനെ പൂർണ്ണത ഉണ്ടാവുക? അപ്പോ ജനിക്കുന്ന കുഞ്ഞിന്റെ ജന്മം നടക്കുന്നത് അള്ളാഹുവിന്റെ ശറഇലൂടെയാണെങ്കിലേ ആ കുഞ്ഞിൽ നിന്ന് ഖിലാഫത്ത് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ഇയ്യാകും വഖദറാഅദ്ദുമുൻ, ഇയ്യാകും വഖദറാഅദ്ദുമുൻ. പഠിച്ചവനെ, ഖദറാഅദ്ദുമുൻ എന്ന് പറഞ്ഞ അറബി മനസ്സിലാകുന്നവർക്ക് പോലും ഒരു പക്ഷേ ഇപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലാവില്ല. എന്താണ് ഈ ഖദറാഅദ്ദുമുൻ? ഖദറാഅദ്ദുമുൻ തൊട്ടുപോകരുതേ, ഖദറാഅദ്ദുമുനോട് അടുക്കരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഇപ്പൊ ഖദറാഅദ്ദുമുൻ? എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പ്രവാസികളെ പറ്റി ആണ് അല്ലാഹുവിന്റെ റസൂൽ പറയണത് എന്ന് ഇങ്ങനെ തോന്നും. അപ്പോ കല്യാണം കഴിക്കാത്തവരെ പറ്റിയാട്ടോ പറഞ്ഞത്. സഹാബത്ത് ചോദിച്ചു, വമാ ഖദറാഅദ്ദുമുൻ യാ റസൂലല്ലാഹ്, എന്താ റസൂലേ തങ്ങളെ, എന്താണ് ഈ ഖദറാഅദ്ദുമുൻ എന്ന് പറഞ്ഞാൽ? തങ്ങൾ പറഞ്ഞു, അൽ മർഅത്തുൽ ഹസനാ ഫിൽ മംബിതിസ് സൂഅ്. ചൊർക്ക് മാത്രം മതി എന്ന് പെണ്ണ് കാണാൻ വേണ്ടി നടക്കുന്ന ആൾക്കാർക്കുള്ള ഒരു ഷോക്കാണ് ഈ ഹദീസ്. അൽ മർഅത്തുൽ ഹസന, നല്ല ഭംഗിയുള്ള പെണ്ണാണ്, പക്ഷേ ഫിൽ മംബിതിസ് സൂഅ്, അത് വളരുന്ന വളർച്ചയുടെ സ്ഥാനം മോശമാണ്. നല്ല ഭംഗിയുള്ള കുട്ടിയാണ്, പക്ഷെ വാപ്പാക്ക് അഡ്രസ് ഇല്ല. ഒരു ഉദാഹരണം. നല്ല ഭംഗിയുണ്ട്, പക്ഷേ ദീന് എന്ന് പറഞ്ഞ സാധനം അടുത്തിട്ട് പോയിട്ടില്ല. നല്ല ഭംഗിയാണ്, നോ മാനേഴ്സ്. നല്ല ഭംഗിയുണ്ട്, പക്ഷേ ബദീഉൽ കലാമല്ലാതെ പറയൂല, തോന്നിവാസല്ലാതെ വായിന്ന് വരില്ല, കാണാനൊക്കെ ഉഷാറാണ്. അത് നിങ്ങൾ അന്വേഷിക്കല്ലേ, നിങ്ങൾ അങ്ങോട്ട് പോകല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇയ്യാകും വഖദറാഅദ്ദുമുൻ. പഠിച്ചവനെ, നാട്ടിൽ പോയിട്ട് ബൈക്കേറ്റ് ഇറങ്ങാൻ നമ്മുടെ ചെക്കന്മാരൊക്കെ. ഇന്ന് എത്രണ്ണം കണ്ടു? 10. നാളെ 12 പ്ലാൻ ഉണ്ട്. മറ്റന്നാൾ ഏതെങ്കിലും പറ്റിയിട്ടില്ല. ഇവനാകെ നോക്കുന്നത് ചുരുക്കാണ്. 15 ദിവസത്തെ ലീവാണ്, 8 ദിവസം കൊണ്ട് കല്യാണം നിക്കാഹും നടക്കണം, 5 ദിവസം കൊണ്ട് ഹണിമൂണ് പോകണം, പിന്നെ തിരിച്ചു പോരണം ഗൾഫിലേക്ക് തന്നെ. ഇങ്ങനെ ഓടുകയാണ്. അവനാകെ നോക്കുന്നത് എന്താ? ഖദറാഅദ്ദുമുൻ. ചുരുക്കുണ്ടായാൽ മതി, വേറൊന്നും പ്രശ്നമല്ല. നമ്മൾ ചെറുപ്പക്കാരുടെ ഒരു അധപ്പതനം നോക്കണം, ആകെ അതേ പ്രശ്നമുള്ളൂ. സുബ്ഹാനല്ലാഹ്, നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ നോക്കല്ലേ. നിങ്ങളൊരു കുടുംബത്തിന്റെ നാഴികക്കല്ലായി മാറാൻ പോകുന്ന ഒരു ഉമ്മയെയാണ് നിങ്ങൾ അവസാനം നിങ്ങൾ അന്വേഷിക്കുന്ന ഈ ഭാര്യ. അങ്ങനത്തെ ഒരു ഉമ്മയാണ്. നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞ് സ്വലാഹിലായി ജനിക്കേണ്ട കുട്ടിയാണ്.
ഭാര്യ ഭർത്താക്കന്മാരുടെ ശാരീരികമായ ആസ്വാദനങ്ങൾ, അതിന് പരിധിയുണ്ട്. മനുഷ്യന്റെ യൗവനം കഴിഞ്ഞാൽ ഇറ്റ്സ് ഓഫ് നോ ഇമ്പോർട്ടൻസ്. പിന്നെ നമ്മുടെ മക്കളാണ്, കുടുംബജീവിതമാണ്. അങ്ങനെ ഒരു കുടുംബജീവിതത്തിന് നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ കുഞ്ഞിന്റെ ഉമ്മയാണ്. ആ ഉമ്മയെ നിങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ നോക്കണം. മംബിത്ത് സൂ, ചീത്തയിൽ നിന്നും ഉണ്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള പെൺകുട്ടി. ഇയ്യാക്കും, അത് നിങ്ങൾക്ക് വേണ്ട, അതൊക്കെ അന്വേഷിക്കുന്ന വേറെ ആളുകളുണ്ടാവും, അവരെ കെട്ടിക്കൊണ്ടുപോയിക്കോളും. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കത് വേണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. ഇന്ന് അതിനോട് ചേർത്ത് പറയാണ്, ഒരു ചെറുപ്പക്കാരും നമ്മളെ ഈ സദസ്സിലുള്ള ഒരാളും ഈ പരിപാടി വീക്ഷിക്കുന്നവരോ കേൾക്കുന്നവരോ ആയ ഒരാളും കല്യാണം കഴിക്കാൻ പോകുന്നവർ ഈ പണി ചെയ്യരുത്. വീടുകൾ മുഴുവനും കയറിയിറങ്ങി എനിക്ക് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരുന്ന ഈ പരിപാടി ടോർച്ചറിങ്, മനസ്സിനെ വേദനിപ്പിക്കുന്ന സംഗതിയാണ്. നമുക്കൊരു പെങ്ങളുണ്ടായിട്ട് ആ പെങ്ങളെ ഒരു ദിവസം 10 ആൾ വന്ന് കണ്ടുപോയിട്ട് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ആ പെൺകുട്ടിയുടെ മനോസ്ഥിതി? എന്തൊരു വിഷമായിരിക്കും. ഏകദേശമൊക്കെ ധാരണയിൽ ഓക്കെയാണ്, ഏകദേശമൊക്കെ പുറത്തുനിന്നൊക്കെ കണ്ടറിഞ്ഞ് കേട്ട് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലൊക്കെ ശരിയാവുമെന്ന് തോന്നുന്നുണ്ട് എന്ന ഒരു നന്നെങ്കിലും ഒരു 80% ഓക്കെയാണെങ്കിൽ ചെന്ന് കണ്ടാൽ മതി. അല്ലെങ്കിൽ ആ കുട്ടികളോട് കാണിക്കുന്ന കടുത്ത ദ്രോഹമാണത്. ചെയ്യരുത്. എന്നെ പറ്റിയില്ലല്ലോ പഠിച്ചോനെ, നാളെ വരുന്നതിനൊരു പുതിയ അയാൾക്കും പറ്റിയില്ല, 3ാമത്തെ ആൾക്കും ഇന്നെ പറ്റിയില്ല, ഇനി ഇന്നാർക്കും പറ്റില്ലായിരിക്കും എന്നൊരു കുഞ്ഞ് വിചാരിക്കല്ലേ. മക്കളല്ലേ, അവരൊക്കെ ചെറുപ്പക്കാരെ കുട്ടികളല്ലേ, വേദനിപ്പിക്കൂലേ? ഈ ബൈക്കെടുത്ത് ഇറങ്ങുന്ന ചെക്കന്മാരും അവന്റെ കൂടെ കുറച്ച് സെറ്റുകളും ഇവർക്കൊക്കെ കാണിച്ചിട്ടവൻ ഉറപ്പിക്കൊള്ളൂട്ടോ. അവസാനം ആർക്കും പറ്റാത്തതിന് പറ്റും, പിന്നെ അവനതിന് കുടുങ്ങും ചെയ്യും. അങ്ങനെ സംഭവിക്കുക. അത് അള്ളാഹു ചെയ്യുന്ന ഒരു ശിക്ഷയാണ്. എത്രയോ നല്ല മക്കളെ പറ്റിയില്ല എന്ന് അർത്ഥ പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നതിന്റെ ദുൽമിന്റെ ശിക്ഷ അള്ളാഹു കൊടുക്കണതാണ്. അതൊക്കെ അവൻ ആകെ നോക്കിയത് ചൊറുക്കാവ്, ഒരു ഭംഗിയില്ലാത്തവൾ അവസാനവും പോയി കിട്ടും, അതിലവൻ കുടുങ്ങും. ഇതല്ലാഹു ചെയ്യുന്ന ശിക്ഷയാണ്. നമ്മളത് ചെയ്യരുത്. ഇയ്യാകും ഖദറാഅദ്ദുമൻ. ഞാൻ പറഞ്ഞു വന്നതിന്റെ മുഖ്യമായ ലക്ഷ്യം അസ്സാനിയത്തു വസ്സാനി എന്ന് അല്ലാഹു തആല പറയുന്നു. തൊട്ടടുത്ത ആയത്ത് വരുന്നത് വിവാഹത്തേക്ക് സൂചിപ്പിക്കുവാനാണ്. അതുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നു, ഇവിടെ വിവാഹത്തിലേക്ക് കടക്കുന്ന ഒരു മനുഷ്യൻ തന്റെ ഭാര്യയെ തെരഞ്ഞെടുക്കുമ്പോഴുള്ള അവന്റെ ക്രൈറ്റീരിയൻ, എന്ത് മാനദണ്ഡങ്ങൾ നോക്കിയിട്ടാണ് ഒരു പെണ്ണിനെ തെരഞ്ഞെടുക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ് അല്ലാഹു ഇവിടെ. നല്ലവളായിരിക്കണം, ദുർനടപ്പുകാരി ആവരുത്. അള്ളാഹു നമ്മുടെ മക്കളിൽ വിവാഹം ചെയ്യാൻ പോകുന്ന ചെറുപ്പക്കാർക്ക് സ്വാലിഹാത്തുകളെ അള്ളാഹു ഇണകളായി നൽകുമാറാകട്ടെ. വിവാഹം ചെയ്യപ്പെടാനിരിക്കുന്ന പെൺമക്കൾക്ക് സ്വാലിഹീങ്ങളെ അള്ളാഹു എത്തിക്കുമാറാകട്ടെ. അസ്സാനിയത്തു വസ്സാനി, വ്യഭിചരിക്കുന്ന പെണ്ണും വ്യഭിചരിക്കുന്ന പുരുഷനും. അങ്ങനെ ഒരു പ്രയോഗം വളരെ ചുരുക്കിയിട്ട് അള്ളാഹുവിന് പറയാമായിരുന്നു. അല്ലദീന യസ്നൂൻ, വ്യഭിചരിക്കുന്നവർ, those who do adultery. മൗസൂല കൊണ്ടുവന്നാൽ, മൗസൂലയും സുലയും അറബ് ഗ്രാമർ അറിയുന്ന ആളുകൾക്കറിയാം. അങ്ങനെ പറയുകയാണെങ്കിൽ ഇങ്ങനെ 2 വാക്ക് പറയേണ്ട ആവശ്യമില്ല. ഈ കാര്യം ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ മതി, എല്ലാരും വിട്ടുപോകും. അല്ലദീ യസ്നി, എല്ലാം പെടും അതില്. അതിന്റെ ബേസിക് ഫോം അങ്ങനെ, ആണും പെടും പെണ്ണും പെടും. പക്ഷെ ഇവിടെ അല്ലാഹു വ്യഭിചരിക്കുന്ന പെണ്ണും വ്യഭിചരിക്കുന്ന പുരുഷനും തുറന്നു പറഞ്ഞിരിക്കുകയാണ്. വ്യഭിചരിക്കുന്ന പെണ്ണ്, വ്യഭിചരിക്കുന്ന പുരുഷൻ. എന്തിനെ ആദ്യം പെണ്ണിനെ പറഞ്ഞു, എന്തേ പിന്നെ ആണിനെ പറഞ്ഞു? കാരണങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മോഷണത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ ഐദിയഹുമാ, സൂറത്തുൽ മാഇദ. മോഷണം ചെയ്യുന്ന പുരുഷനും മോഷണം ചെയ്യുന്ന പെണ്ണും. അവിടെ ആദ്യം പറഞ്ഞത് പുരുഷനാണ്, പിന്നെ പെണ്ണ്. ഇവിടെ വ്യഭിചാരത്തിന്റെ വിഷയം പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് പെണ്ണാണ്, പിന്നെ പുരുഷൻ. സാനിയത്തു വസ്സാനി, പുരുഷന്മാർ പുണ്യവാളന്മാരാണെന്ന് പറയാനല്ല അല്ലാഹുവിന്റെ ഈ പ്രയോഗം. പക്ഷേ
മോഷണം എന്ന് പറഞ്ഞ സംഗതിയിൽ മോഷ്ടിക്കാൻ ഏറ്റവും സാധ്യത കൂടിയത് പുരുഷനാണ്. കാരണം അവന്റെ തലയിലാണ് അല്ലാഹു കുടുംബത്തിന്റെ ഭാരമേൽപ്പിച്ചത്. അവനാണ് കുടുംബം നോക്കേണ്ടത്, അവനാണ് അധ്വാനിച്ചു കൊണ്ടുവരേണ്ടത്. അതിന് എളുപ്പമാർഗം നോക്കി മോഷണത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ, ആ ടെൻഡൻസി കൂടുതൽ കാണുക പുരുഷനിലായതിന്റെ പേരിലാണ്. അല്ലാഹു അസ്സാരിഖു വസ്സാരിഖ, മോഷണം ചെയ്യുന്ന പുരുഷൻ, പിന്നെ മോഷണം ചെയ്യുന്ന പെണ്ണിന് വീട്ടിലിരുന്നാ മതി, അവൾക്ക് അധ്വാനിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എന്നാലും അവൾ ഒരു പക്ഷേ ജ്വല്ലറിയിലൊക്കെ ഇങ്ങനെ ഒരുപാട് മോതിരൊക്കെ കാണുമ്പോൾ ഒന്നെടുത്താ അറിയില്ല എന്ന് വിചാരിച്ച് ചെയ്യുന്നവരുണ്ട് എന്ന് പറയാൻ തന്നെ അല്ലാഹു പറഞ്ഞത്. അവർക്ക് മോഷ്ടിക്കേണ്ട ഒരു കാര്യമില്ല, എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കുവര്.